ഒരു പുഴു സീലിന്റെ മുകളിൽ നിന്ന് വീഴുന്നു. ഉറങ്ങിക്കിടന്ന പയ്യന്റെ ചെവിയിലേക്ക് കയറാൻ നോക്കുന്നു. പക്ഷെ ഹെഡ്ഫോൺ ഉള്ളത് കൊണ്ട് കയറാൻ പറ്റുന്നില്ല. പയ്യെ എഴിഞ്ഞ് ആ പയ്യന്റെ മൂക്കിന്റെ അടുത്തേക്ക് വരുന്നു. മൂക്കിന്റെ ഉള്ളിൽ കയറുന്നത് അറിഞ്ഞ നിമിഷം തന്നെ പയ്യൻ എഴുന്നേൽക്കുകയും അതിനെ വലിച്ചെടുത്ത് താഴേക്ക് എറിയുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ പുഴു ആ പയ്യന്റെ വലത് കൈക്കുള്ളിലേക്ക് കയറുന്നു. പയ്യെ അകത്ത് കയറി കൈയുടെ തൊലിക്കുള്ളിൽ പ്രവേശിക്കുന്നു. കൈയുടെ മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഡേറ്റ കേബിൾ കൊണ്ട് കൈ മുറുക്കി കെട്ടുന്നു. തലച്ചോറിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അവന്റെ കരച്ചിൽ കേട്ട ഉടൻ തന്നെ അമ്മ വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് എല്ലാം നിശബ്ദമായി തീരുന്നു. അടുത്ത ദിവസം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ വലത് കൈയുടെ വിരലിൽ എന്തോ പന്തി കേട് തോന്നുന്നു. അവന്റെ കൺട്രോളിൽ നിന്നും ആ കൈ മാറിയിരിക്കുന്നു. സ്കൂൾ ടൈമിൽ അവന്റെ തുട റബ്ബർ താഴെ വീഴുന്നു. അവൻ അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ തനിയെ കൈ നീണ്ടുവന്ന് പെട്ടെന്ന് റബ്ബർ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വോളിബോൾ കളിക്കുന്നതിനിടയിലും എതിരാളികൾക്കെതിരെ ദൂരെ നിന്നുകൊണ്ട് തന്നെ ബോൾ വലയുടെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് സാധിക്കുന്നു. ഉടനെ അവൻ ഗൂഗിൾ നോക്കുന്നു. പെട്ടെന്ന് തന്റെ കൈയുടെ ഉള്ളിൽ